വിശദമായ റിപ്പോർട്ടിലേക്കാണ്. വയനാട് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ വയലിൽ കണ്ടു. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പടക്കം പൊട്ടിച്ച് തുരത്താനുള്ള ശ്രമം തുടരുകയാണ്. കടുവ വയലിലൂടെ ഓടുന്ന ദൃശ്യങ്ങൾ മീഡിയ വണ്ണിന് ലഭിച്ചു. പിടികൂടാനുള്ള ശ്രമം പരാജയപ്പെട്ടാൽ വെടിവെക്കാൻ വനം വകുപ്പ് ഉത്തരവിട്ടിട്ടുണ്ട്. ഫൈസൽ നെടുമ്പാല വിവരങ്ങൾ നൽകാനുണ്ട്. ഫൈസൽ, ഏറ്റവും നിർണായകമായ ദൃശ്യങ്ങളാണ് ലഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ കടുവയെ പിടികൂടാനുള്ള നീക്കങ്ങൾ അതെങ്ങനെയാണ്? നിലവിലെ സ്ഥിതി എന്താണ്? കടുവ ഇപ്പോഴും ജനവാസ മേഖലയിൽ തുടരുകയാണ്. പച്ചിലക്കാട് ഭാഗങ്ങളിലാണ് ഈ കടുവ തുടരുന്നത്. രാത്രി 8:30 കൂടിയാണ് ഈ ഒരു ദൃശ്യം നമുക്ക് ലഭ്യമാകുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന പുളിക്കലില് വയലിൽ നിന്നും ഓടുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതായത് ഈ കടുവയെ വനത്തിലേക്ക് തുരത്തുക എന്നുള്ളതായിരുന്നു വനം വകുപ്പിന്റെ മുമ്പിലുള്ള ആദ്യ ദൗത്യം. അതിനുവേണ്ടി ഒരു 7 മണിയോടുകൂടി ദൗത്യം ആരംഭിച്ചു. പടക്കം പൊട്ടിച്ച് കടുവ ആദ്യം ഉണ്ടായിരുന്ന ഭാഗത്ത് നിന്ന് കടുവയെ മറ്റൊരിടത്തേക്ക് മാറ്റാനുള്ള ശ്രമം നടത്തി. എന്നാൽ കടുവ കുറച്ചു ദൂരം സഞ്ചരിച്ച ശേഷം വീണ്ടും ഈ ഒരു വയൽ ഭാഗത്തേക്ക് തിരിച്ചെത്തുകയായിരുന്നു. വീണ്ടും പടക്കം പൊട്ടിച്ചതിനെ തുടർന്ന് മറ്റൊരു ഭാഗത്തേക്ക്, ജനവാസ മേഖലയായ മറ്റൊരു ഭാഗത്തേക്ക് കടുവ ഓടുകയായിരുന്നു. ഇപ്പോഴും ഈ കടുവ ഈ ഒരു ഭാഗത്ത് തമ്പടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ആശങ്ക വർദ്ധിപ്പിക്കുന്ന മറ്റൊരു കാര്യം. വനംവകുപ്പിന്റെയും പോലീസിന്റെയും RRT ഉൾപ്പെടെയുള്ള സംഘങ്ങൾ ഇപ്പോഴും കടുവയെ നിരീക്ഷിച്ചു വരികയാണ്. തെർമൽ ഡ്രോൺ ഉൾപ്പെടെയുള്ള സംവിധാനം ഉപയോഗിച്ചുകൊണ്ടാണ് കടുവയുടെ ചലനങ്ങളൊക്കെ തന്നെ നിരീക്ഷിക്കുന്നത്. കടുവ ജനവാസ മേഖലയിൽ തുടരുന്നതിനാൽ ഇപ്പോഴും ആശങ്ക വർദ്ധിക്കുന്നുണ്ട്. ജനങ്ങളോട് കൃത്യമായിക്കൊണ്ട് ജാഗ്രത പാലിക്കണമെന്നും ആരോടും പുറത്തിറങ്ങരുതെന്നുമുള്ള നിർദ്ദേശം വനംവകുപ്പ് നൽകിയിട്ടുണ്ട്. അതിന് പുറമെ പനമല ഗ്രാമപഞ്ചായത്തിലെ 10 വാർഡുകളിൽ നിലവിൽ 10 വാർഡുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. 6, 7, 8, 9, 14, 15 വാർഡുകളായ നീർവാരം, അമ്മാരി, നടവയൽ, പരിയാരം, ചുണ്ടക്കുണ്ട്, അഞ്ചാർമല ഭാഗങ്ങളിലും കണിയാമറ്റ ഗ്രാമപഞ്ചായത്തുകളിലെ 5, 6, 7, 19, 20 വാർഡുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. കനത്ത ജാഗ്രതാ നിർദ്ദേശമുള്ളതിനാൽ രാവിലെ ഈ ഭാഗത്തുള്ളവർക്ക് വേദിയിൽ നിന്ന് പുറത്തിറങ്ങരുതെന്നും അതുപോലെ ജോലി സ്ഥലങ്ങളിലേക്ക് പോകരുത് എന്നുമുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഭാഗങ്ങളൊക്കെ തന്നെ തോട്ട മേഖലയും വയൽ മേഖലയും ഒക്കെ ഉൾപ്പെടുന്ന പ്രദേശമാണ്. ഈ ഭാഗത്തേക്കൊന്നും തന്നെ ആരും പോകരുത് എന്നുള്ള കർശന നിർദ്ദേശം. എന്തായാലും 7 മണിക്ക് ആരംഭിച്ച ദൗത്യമാണോ? ദൗത്യം തുടരുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ അവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കടുവയെ വനം വകുപ്പ് നിരീക്ഷിച്ചു വരികയാണ്. ദൗത്യം തുടരുകയാണ്. ഫൈസൽ നെടുമ്പാലയാണ് വിവരങ്ങൾ നൽകിയത്.